അയ്യപ്പ ഭക്ത സംഗമം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ സർക്കാർ പ്രതിഷേധങ്ങളോട് ഒട്ടും തന്നെ സമരസപ്പെടാൻ തയ്യാറല്ല. എന്തായാലും ആ ഒരു വെല്ലുവിളി, അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ടവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJP. വിശ്വാസത്തിന്റെ പുകമറ സൃഷ്ടിച്ച് നാടകം കളിക്കുകയാണ് CPM എന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ പറഞ്ഞു. വിശ്വാസികളുടെ ആഭ്യന്തര കലാപം ഏറ്റവും അധികം നടക്കുന്നത് CPMലാണെന്നും അവർ ജനം ഡിബേറ്റിൽ പറഞ്ഞു. അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. വിശ്വാസികളുടെ പ്രതിഷേധം കടുത്തതോടെ UDF ആശയക്കുഴപ്പത്തിലാണ്. ഔദ്യോഗിക നിലപാട് അറിയിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതായത് വീണ്ടും ഒരു സംഘർഷ ഭൂമിയാക്കി ഈ ശബരിമലയെ മാറ്റാനുള്ള ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. കാരണം പന്തളം കൊട്ടാരം ഇതിനകം തന്നെ അയ്യപ്പനെ പറ്റി ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്നത് പന്തളം കൊട്ടാരത്തിലാണ്. അതെ, ഭഗവാൻ അയ്യപ്പൻ കളിച്ച് വളർന്ന് അവിടെ നിന്നാണ് എരുമേലിയിൽ പോകുന്നതും പിന്നീട് ശബരിമലയിലേക്ക് പോകുന്നതുമൊക്കെ. അങ്ങനെയുള്ള ആ കൊട്ടാരം ഇപ്പോൾ തന്നെ ഈ ഭക്തസംഗമം എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. മലയരയ മഹാസഭ ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ജ്യോതി ഉൾപ്പെടെ ഒരു കാലത്ത് തെളിയിച്ചിരുന്നത് ഈ മലയരയ മഹാസഭയാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അപ്പോൾ ആരാണ് ശാലിനി? ശാലിനിയുണ്ട്. നമുക്ക് അതിനു മുൻപ് ആ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം ശാലിനിയിലേക്ക് പോകാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലാപം, വിശ്വാസികളുടെ ആഭ്യന്തര കലാപം കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ പാർട്ടിക്കുള്ളിൽ ഒട്ടനവധി വിശ്വാസികളുണ്ട്, ഹിന്ദു വിശ്വാസികളുണ്ട്. അവർക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കാതെ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക, മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ന് വിശ്വാസത്തിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, CPM വിശ്വാസികളുടെ കൂടെയാണ്, ശബരിമലയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കുക, അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിടുക. എന്നിട്ട് ഇവർ ആരെയാണ് ക്ഷണിക്കുന്നത് ഇതിലേക്ക്? സ്റ്റാലിനെയും അതുപോലെ സ്റ്റാലിൻ്റെ മകനെയും ഒക്കെ. തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശാലിനി, ഈ ഭക്തസംഗമം എന്ന പേരിൽ ഇപ്പോൾ ഈ സർക്കാരും ദേവസ്വം ബോർഡും നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. പന്തളം കൊട്ടാരം, മലയരയ മഹാസഭയുൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ BJP തീർച്ചയായിട്ടും ധാർമ്മികമായി ഈ വിഷയം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. കാരണം 2018 ശബരിമലയിൽ ആചാരലംഘനം നടത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ തെരുവിൽ അയ്യപ്പ ഭക്തർക്കൊപ്പം കേരളത്തിൽ പ്രതിഷേധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണെന്ന വസ്തുത നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ വിഷയം BJP ഏറ്റെടുക്കുകയാണല്ലേ? ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഭക്തർക്കൊപ്പം എപ്പോഴും നിലകൊണ്ടത് BJP ആണ്. നമ്മൾ 2018-ലും 2019-ലും ഒക്കെ നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ആചാര ലംഘനങ്ങൾ. ആ ആചാര ലംഘനം നടക്കുമ്പോൾ ഭക്തർക്കൊപ്പം നടുറോഡിലും ഒപ്പം തന്നെ ശബരിമലയ്ക്ക് സമീപത്തുമൊക്കെ പ്രതിഷേധവുമായും അമ്മമാരെ ചേർത്ത് പിടിച്ചുമൊക്കെ അവർക്കൊപ്പം നിന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിരീശ്വരവാദികളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ ശക്തമായി മുന്നോട്ട് ആദ്യം തന്നെ വന്നത് BJP ആണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട്, ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം അത് നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJP എടുത്തിട്ടുള്ള തീരുമാനം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം അത് ജനങ്ങൾ മനസ്സിലാക്കണം, അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് BJP നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തൊട്ടു പിന്നാലെയാണ് BJP ഇനിയിപ്പോൾ കടുത്ത നിലപാടിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ക്ഷണപത്രിക അടക്കം അടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ വിവിധ ജനപ്രതിനിധികളെയും മറ്റാളുകളെയും ഒക്കെ വിളിക്കാൻ അല്ലെങ്കിൽ ക്ഷണിക്കാനായി എത്തി തുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം ഘടിപ്പിക്കാൻ BJP ഒരുങ്ങുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് BJPയുടെ വക്താവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ജനം ഡിബേറ്റിലാണ് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ മാത്രമല്ല BJPയുടെ വിശ്വാസികളുടെ നിലപാടാണ് സിന്ധുമോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മലേറിയ പോലെയാണ് വിശ്വാസം, അല്ലെങ്കിൽ
അയ്യപ്പ ഭക്തർ അത്തരത്തിൽ മലേറിയ പരത്തുന്ന കൊതുകുകളെ പോലെയാണ് എന്നൊക്കെ ഉപമിച്ച ഉദയനിധി സ്റ്റാലിനെയും ഒപ്പം തന്നെ സംസ്ഥാന പ്രതിനിധികൾ ക്ഷണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവരെ ഈ പരിപാടിയിലേക്ക് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ നേരിട്ട് പോയി ക്ഷണിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാണ് വിശ്വാസികൾ? ഒപ്പം തന്നെ വിശ്വാസികളെ അടിച്ചമർത്തുന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ച ഇടത് സർക്കാർ, അതേ ഇടത് സർക്കാരിനൊപ്പം നിന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശ്വാസികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും ചില പ്രതികരണങ്ങൾ നടത്തിയൊരു സാഹചര്യം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അത് തിരിച്ചറിയണം ജനങ്ങൾ എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ BJP കടക്കും എന്നുള്ളതിൽ സംശയമില്ല. സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പരിപാടി, അതായത് ഈ മാസമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 3000 അയ്യപ്പ ഭക്തരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ദേവസ്വം ബോർഡും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആരാണ് ആ 3000-ഓളം വരുന്ന അയ്യപ്പ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മുൻപിൽ ഉത്തരമില്ല. മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരമില്ല. പ്രധാനമായും ഗൗതം സൂചിപ്പിച്ചതുപോലെ പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, മലയോര സമൂഹം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ശബരിമല വലിയ രീതിയിൽ സംഘർഷഭൂമിയാകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഘർഷഭൂമിയാക്കാൻ, ശബരിമലയെ മാറ്റാൻ, വിശ്വാസികളെ അങ്ങോട്ടേക്ക് എത്തിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നുള്ള ആക്ഷേപം കൂടി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നു. എന്നാലും ഹൈന്ദവ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഈ ഒരു പരിപാടിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൈന്ദവ വിശ്വാസികൾക്ക് താല്പര്യമില്ലാത്ത, ഭക്തർക്ക് താല്പര്യമില്ലാത്ത അയ്യപ്പ സംഗമം എന്തിനു നടത്തുന്നു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് ഗൗതമ. അതുപോലെ തന്നെയാണ്. അതായത് യുവതീ പ്രവേശനം എങ്ങനെയാണ് അന്ന് സാധ്യമാക്കിയതും ഒപ്പം തന്നെ അന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായി അല്ലെങ്കിൽ നാമജപ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഒരുക്കിയ സർക്കാരാണ്. ഇപ്പോൾ സർക്കാരിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് യുവതീ പ്രവേശനം ചർച്ചയാക്കുന്നത്? എന്തിനാണ് ആ ഒരു വിഷയം ചർച്ചയാക്കുന്നത്? നമ്മൾ സുപ്രീം കോടതി കാര്യങ്ങൾ അറിയിക്കും. ഈ ഒരു രീതിയിലേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഇടയുന്നു, വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് അറിഞ്ഞപ്പോൾ അയ്യപ്പ ഭക്തർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ആ ഒരു ഘട്ടത്തിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അവർ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഗൗതം? അത് തന്നെ അതാണ്. ഒപ്പം ശാലിനി, ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. അതിനകത്ത് വളരെ രസകരമായൊരു സംഭവം, ഇന്നിപ്പോൾ ഈ VD സതീശൻ ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കുമെന്നൊരു തലക്കെട്ട് കാണുന്നു. ഈ VD സതീശൻ എന്ത് നിലപാടാണ് വ്യക്തമാക്കാൻ പോകുന്നത്? കാരണം ഈ 2018 ഇത്ര വലിയ പ്രതിഷേധം അയ്യപ്പ ഭക്തർ നടത്തുന്ന ഘട്ടത്തിൽ കതറിട്ട ഒരൊറ്റ ഒരെണ്ണത്തെ ആ വഴിക്ക് കണ്ടിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അന്ന് ജീവിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രോമിനൻറ്റ് ലീഡേഴ്സും ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. കൈ നനയാതെ മീൻ പിടിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനാൽ അവരെന്ത് നിലപാടിനെ പറ്റിയാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ശാലിനി? ഗൗതം, അത് തന്നെയാണ് നമ്മൾ ആകാംക്ഷയോടെ മാധ്യമം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം തുടങ്ങി ഇത്രയധികം ദിവസങ്ങളായി. കാരണം ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു, അതിന് ദേവസ്വം ബോർഡ് പ്രധാന കണ്ണിയായി നിൽക്കുന്നു. അപ്പോൾ ഈ പരിപാടിയുടെ തീരുമാനമൊക്കെ ആയി ഏകദേശം ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്ത് പറയും എന്നുള്ളതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ തങ്ങളടക്കമുള്ളവർ പങ്കെടുക്കുമോ അതോ വിശ്വാസികൾക്കൊപ്പം അണിചേരുമോ എന്നുള്ളതാണ്. കാരണം ഗൗതം സൂചിപ്പിച്ചതുപോലെ 2018 ഈ പ്രതിഷേധങ്ങളും അയ്യപ്പ ഭക്തരെ അടിച്ചമർത്തുന്ന നിലപാടുകൾ പോലീസും സർക്കാരും സ്വീകരിച്ചപ്പോഴും അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ സമരവേദികളിലോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ ചേർത്ത് പിടിക്കാൻ ശബരിമലയിലേക്ക് എത്താത്ത VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ UDF നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ ഇന്ന് അറിയിക്കാനായി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളണം, ഒപ്പം സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ കേൾക്കണം. അത് കേട്ടതിന് ശേഷം മാത്രം മതി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UDF നേതാക്കന്മാരുടെ തീരുമാനം. ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കാനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD
വി.ഡി. സതീശൻ രംഗത്തെത്തുന്നത്. അതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള നടപടികളുമായി ബി.ജെ.പി മുന്നോട്ട് പോകുന്നപ്പോൾ ബി.ജെ.പി വിശ്വാസികൾക്കൊപ്പം നിൽക്കുമ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് നയവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തുന്നത്. കാരണം തങ്ങളും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വി.ഡി. സതീശൻ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ യു.ഡി.എഫിനെയും മുതിർന്ന നേതാക്കന്മാരും സ്വീകരിക്കുന്നത്. എന്തായാലും നിലപാടുകൾക്ക് കാത്തിരിക്കുകയാണ്. എന്തായാലും ഒപ്പം ബി.ജെ.പി ആണ് തുടക്കം മുതൽ തന്നെ ഇതിൽ കൃത്യമായ നിലപാടും വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത്. അവർ ഇനിയും അങ്ങോട്ട് പോകും. ഏത് തരത്തിൽ മുന്നോട്ട് പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിലും നടത്താൻ തയ്യാറാണ്. നമ്മൾ അറിയാം 2018 ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് യുവതി പ്രവേശനം ഒക്കെ നടക്കുന്ന സമയത്തും ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ഭക്തർക്കൊപ്പം നിലകൊള്ളുകയും ശബരിമലയ്ക്ക് ഒരു കാവലാളായി നിന്നതുമൊക്കെ ബി.ജെ.പിയും യുവജന സംഘടനകളുടെ പ്രതിനിധികളും ഒക്കെയാണ്. ആ ഒരു സംരക്ഷണ കവചം ഇനിയും അയ്യപ്പ ഭക്തരുടെ കാര്യത്തിലും അയ്യപ്പന്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള നിലപാട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി ആവർത്തിക്കുന്നതോടുകൂടിയാണ് എന്ത് നിലപാടെടുക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ നിലപാട് പറയാനായി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ സർക്കാരിന്റെ ഈ ഒരു നടപടിയിലും ഈ ഒരു അയ്യപ്പ സംഗമത്തിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹൈന്ദവ സമൂഹം ഒന്നാകെ സർക്കാരിനെതിരെ ഇക്കാര്യത്തിൽ തിരിയുകയും ചെയ്തിട്ടുണ്ട്. ഗൗതം, നമ്മുടെ പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രദീപ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് ഹിന്ദു ജനത ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന്. അതോടൊപ്പം തന്നെ ശശി സിയാർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് അവസാനം കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ കൂടുമെന്ന്. എന്തായാലും നമ്മൾ ആ രീതിയിലുള്ള ചരിത്രം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്.